അപ്പം ഗുഡ് മോർണിംഗ് എവരി വൺ. ഇവിടെ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നിങ്ങളുടെ വർക്കിന്റെ ഇടയിൽ ഉറങ്ങുന്ന സമയമാണ്. എന്നാൽ ഈ സമയത്ത് നമ്മളുടെ ഒരു സെഷൻ കേൾക്കാൻ വേണ്ടി ഇവിടെ ജോയിൻ ചെയ്തതിൽ സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാൻ ഒരു മൈൻഡ് കാണിച്ചതിൽ വിത്ത് ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു. ഓരോരുത്തർ നമ്മൾ സാധാരണ ചോദിക്കുമ്പോൾ തന്നെ ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണ് ജസ്റ്റ് ഒന്ന് താഴെ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഫാത്തിമ മലപ്പുറം. പറ്റുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി. ഹിനു മലപ്പുറം, ഷിഹാബുദ്ദീൻ കോഴിക്കോട്, റഷീദ് സാർ കോഴിക്കോട്. ഓക്കെ, ഏതായാലും ഷമീല മാം ഷാർജ. ഓക്കെ, ഫാത്തിമ മലപ്പുറം. ഓക്കെ, ഏതായാലും താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. നമ്മൾ ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നവരൊന്ന് വന്നോട്ടെ. ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടതു കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തുവിടാവുന്നതാണ്. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുക. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടതായി അറിയും. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട്, കുടുംബം, കുട്ടികൾ എല്ലാം നിങ്ങൾക്കിപ്പോൾ കാണാം. അവരുമായുള്ള ഇടപെടലുകൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ പരിപൂർണ തൃപ്തിയും സന്തോഷവും അനുഭവിക്കുന്നു.
നിങ്ങളുടെ ജോലി, ബിസിനസ് സംരംഭങ്ങൾ, മനോഹരമായ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, സ്ഥാനക്കയറ്റങ്ങൾ എല്ലാം വ്യക്തമായി നിങ്ങൾ കാണുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന അഭിനന്ദനങ്ങളും പ്രശംസകളും വ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. ആഡംബര സൗകര്യങ്ങളോട് കൂടിയ നിങ്ങളുടെ മുറിയിൽ സുഖമായി കിടക്കുന്നത് നിങ്ങൾ ആസ്വദിക്കും. ഏറ്റവും സ്വാദേറിയ ഭക്ഷണത്തിന്റെ രുചി നിങ്ങളുടെ നാവിലുണ്ട്. കുറച്ചു സമയം നിങ്ങൾക്ക് ഈ ജീവിതം ആസ്വദിക്കാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു. എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്. എന്നിൽ ധാരാളം ഊർജമുണ്ട്. എന്നിൽ നിന്നും സ്നേഹവും സന്തോഷവും പ്രസരിക്കുന്നു. ആരുമായും നല്ലതുപോലെ ഇടപെടാനുള്ള ആകർഷകമായ കഴിവ് എനിക്കുണ്ട്. എൻ്റെ ഉള്ളിൽ ദിവ്യസ്നേഹവും സൗഖ്യവും സുരക്ഷിതത്വവും അനുഭവപ്പെടുന്നു. എന്തും ചെയ്യാനുള്ള സർഗശക്തിയും പ്രാഗൽഭ്യവും എനിക്ക്. ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ആദ്യമായി ഇന്ന് കിടന്നുറങ്ങിയതിന് നന്ദി പറയുക. എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും വർക്കിംഗ് ആണ്. കാണാനുള്ള കഴിവിന് നന്ദി പറയുക. കേൾക്കാനുള്ള കഴിവിന് നന്ദി പറയുക. ശ്വസിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. രുചിക്കാനുള്ള കഴിവിന് നന്ദി പറയുക. കാര്യങ്ങൾ തൊട്ട് മനസ്സിലാക്കാനുള്ള കഴിവിന് നന്ദി പറയുക. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയുക. നിങ്ങളുടെ തലച്ചോറ്, ഹൃദയം, കിഡ്നി, ലങ്സ്, പാൻക്രിയാസ്, വൻകുടൽ,
നിങ്ങളുടെ കൈകളും കാലുകളും, സ്പൈനൽ കോഡ്, അങ്ങനെ തുടങ്ങി എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയും. എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി പറയും. ഇത്രയും കാലം കഴിച്ച ഭക്ഷണത്തിനും കുടിച്ച വെള്ളത്തിനും നന്ദി പറയൂ. ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന വീടിന് നന്ദി പറയൂ. ഇവിടെ ഓരോ കുടുംബക്കാർക്ക് നന്ദി പറയൂ. ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സഹോദരി സഹോദരന്മാർ തുടങ്ങി എല്ലാ കുടുംബക്കാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ജീവിതത്തിലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് പറയൂ. ഇത്രയും കാലത്തിനിടയിൽ നിങ്ങളെ വിദ്യ അഭ്യസിപ്പിച്ച ഒരുപാട് ടീച്ചർമാരുണ്ട്. ആ ടീച്ചർമാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും. നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങൾക്ക് നന്ദി പറയും. ഇത്രയും കാലത്തിനിടയിൽ ചെയ്ത ജോലികൾ, ബിസിനസ്സുകൾ, എല്ലാത്തിനും നന്ദി പറയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ യാത്രകൾക്ക് നന്ദി പറയും. ആ യാത്രകൾ ചെയ്ത സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ സന്തോഷവും സമാധാനവും ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പല മനുഷ്യരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യന്മാർക്ക് നന്ദി പറയുക. ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ സ്വപ്നമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. തീർത്താൽ തീരാത്തത്ര ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളുടെ സൃഷ്ടാവിനോട് അറിയിക്കും. ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒന്നുകൂടെ മനസ്സിലേക്ക് ഓർത്തെടുക്കും. ഓരോരുത്തരും കൂടുതൽ സന്തോഷമുള്ള ആളുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്ത് ചെറു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കും. എല്ലാവരും മെഡിറ്റേഷൻ തിരിച്ചു വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു.
വേറെയും കുറച്ചുകൂടി ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പിന്നെ നമ്മൾ ഇന്ന് ടോപ്പിക് പറഞ്ഞിരുന്നത് മനുഷ്യന്മാരുടെ കഴിവുകളെ കുറിച്ചായിരുന്നു. നമ്മൾ മുന്നേ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്നും കൂടെ ആ പല മനുഷ്യരിലും ഇപ്പോഴും അവരുടെ കഴിവുകൾ എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതൊന്നും ഇപ്പോഴും ഐഡിയ ഇല്ലാത്ത മനുഷ്യന്മാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ കഴിവുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് അധികം ആൾക്കാർക്കും അറിയുന്ന കാര്യമായിരിക്കും. 4 തരത്തിലുള്ള, ദാറ്റ് മീൻസ് നമ്മൾ എബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4 തരത്തിലുള്ള എബിലിറ്റീസ് ഉണ്ടാവും. ഒന്ന്, നമുക്ക് ബിലോ ആവറേജ് ആയിട്ട് നമ്മൾ വിചാരിച്ചാലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റാത്ത ചില കഴിവുകൾ ഉണ്ടാവും. അതേപോലെ ആവറേജ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എക്സലന്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാതെ തന്നെ അതിൽ നല്ല എക്സ്പേർട്ട് ആവാനും പെട്ടെന്ന്, ദാറ്റ് മീൻസ് ആളുകളുടെ ഇടയിൽ നിന്ന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ചില ഏരിയകളുണ്ട്. പിന്നെ ഉള്ളതാണ് യുണീക്ക് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. യുണീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ആ കാര്യം മറ്റാളുകൾക്ക് ചെയ്യാൻ പറ്റൂല. ദാറ്റ് മീൻസ് അവര് ഇപ്പം ഒരു 10,000 മണിക്കൂറൊക്കെ ആ ഒരു യുണീക്ക് ഏരിയ കണ്ടെത്തിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10,000 മണിക്കൂർ പഠനവും അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഒക്കെ ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് അതിൽ ജീനിയസ് ആയിട്ട് മാറാൻ പറ്റും. പക്ഷെ നമ്മളെ ബിലോ ആവറേജ് എടുത്തിട്ട് നമ്മൾ 10,000 മണിക്കൂറിൽ എത്ര മണിക്കൂർ നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ആ രീതിയിൽ ഒരു ജീനിയസ് ലെവലിലേക്ക്, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് മാറാൻ നമുക്ക് പറ്റൂല. അപ്പൊ ആ യുണീക്ക് ആയിട്ടുള്ള ഏരിയകൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആദ്യം മനുഷ്യന്മാരിൽ ഏതൊക്കെ രീതിയിലുള്ള കഴിവുകൾ ഉണ്ട് എന്നൊരു ഐഡിയ കിട്ടണം. ആ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസസ്, എനിക്ക് തോന്നുന്നു റഷീദ് സാർ അങ്ങനെ കുറച്ച് ആളുകൾ മുന്നേ നമ്മളെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തവരുണ്ട്, അവർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് ഒന്നും കൂടെ പറയുന്നത്. എന്താ സംഭവം വെച്ചാല്, പണ്ടൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നു നമ്മൾ IQ ടെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയല്ലോ, ഇന്റലിജൻസ് കോഷ്യന്റ്. അപ്പം ഇന്റലിജൻസ് കോഷ്യന്റിൽ മെയിൻ ആയിട്ട് അതിൽ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, അതേപോലെ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകളൊക്കെ ആയിരുന്നു. അപ്പൊ അന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന IQ ടെസ്റ്റിൽ നല്ല മാർക്ക് കിട്ടുന്ന ആളുകൾ അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ആൾക്കാർ, മറ്റുള്ളവർക്കൊന്നും വലിയൊരു ബുദ്ധി ഇല്ല അല്ലെങ്കിൽ വലിയൊരു കഴിവില്ലാത്ത ആൾക്കാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഹവാർഡ് ഗാർഡ്നർ എന്ന് പറഞ്ഞിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഹവാർഡ് ഗാർഡ്നർ എന്ന് പറയുന്നത്. ആളുടെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. അതേപോലെ അത് ആളൊരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ആള് കണ്ടെത്തിയത് മനുഷ്യന്മാർക്കിടയിൽ ഈ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ ഇന്റലിജൻസും അല്ലെങ്കിൽ ഈ ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ വെർബൽ ഇന്റലിജൻസും മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള 9 തരത്തിൽ, ബ്രോഡർ സെൻസിൽ നോക്കുകയാണെങ്കിൽ 9 തരത്തിലുള്ള കഴിവുകൾ മനുഷ്യന്മാരിൽ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അപ്പൊ ആളതൊരു ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ച്, അതേപോലെ തന്നെ അത് മറ്റുള്ള മനുഷ്യന്മാർക്ക് അവരെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാനും അവർക്ക് എന്തൊക്കെ കഴിവുകളാണ് ഉള്ളതെന്നൊന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഒരു നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റിസർച്ച് ആയിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനിപ്പോ ഒരു യൂണിക്നെസ് കോച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതേപോലെ നമ്മളൊരു പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്, യൂണിക്നെസ് ഫെസ്റ്റ്, യൂണിക്നെസ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും നമ്മളുടെ സൃഷ്ടാവ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മളുടെ സൃഷ്ടാവാണ് നമ്മളുടെ എല്ലാവരെയും ക്രിയേറ്റർ. അപ്പൊ ആ ക്രിയേറ്റർ നമ്മളെല്ലാ മനുഷ്യന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള വിരലടയാളങ്ങളും അതേപോലെ കൃഷ്ണമണിയും DNA ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും അത് വ്യത്യസ്തമാണ്. നമ്മൾ പാസ്പോർട്ടിന്റെ കാര്യമൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പൊ അത് ശരിക്ക് നോക്കുന്ന സമയത്ത് ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യന്മാർക്ക്, ഇത്രയും 800 കോടി ജനങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും മനുഷ്യന്മാർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടാവിന് എല്ലാ മനുഷ്യന്മാരിലും വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കഴിവുകളെ കണ്ടെത്താനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പരിപോഷിപ്പിച്ചെടുക്കാനോ അധികം മനുഷ്യന്മാരും ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പൊ ആ ചിന്തയിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ സെൽഫിനെ കുറിച്ച് പഠിക്കാനും അതേപോലെ ആ കഴിവുകൾ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുക. ഈ ഒരു
തോട്ടിന് ശേഷമാണ്. നമ്മളുടെ ഉള്ളിലും എന്തോ ചില കഴിവുകളുണ്ട്, അത് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടത്തോടെ ചെയ്യാനും മറ്റുള്ള മനുഷ്യന്മാർക്ക് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള മനുഷ്യന്മാർക്ക് ഒരു ഉപകാരമായിട്ട് മാറാനും നമുക്ക് പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് വരണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സ്ലൈഡ് ഷെയർ ചെയ്തിട്ട് തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം എന്തൊക്കെയാണ് ഈ എന്താണ് സ്കിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതായാലും ഇങ്ങനെ രാവിലെ ആളുകൾ ഓരോരുത്തർ അവരുടെ ഉറക്കമൊക്കെ ഒഴിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പുതിയതാണെങ്കിൽ ഇപ്പം ചില ആളുകൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കാം, പക്ഷെ പുതിയ ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇത് സംഭവം ഈ 9 ഇന്റലിജൻസസ് ഉണ്ടെങ്കിൽ പോലും എല്ലാ മനുഷ്യന്മാരിലും ഈ 9 ഇന്റലിജൻസസ് ഉണ്ട്. ദാറ്റ് മീൻസ് അത് ചിലത് ശതമാനം കൂടുതലായിരിക്കും, ചിലത് ശതമാനം കുറവായിരിക്കും. ചില ആളുകൾക്ക് നല്ല രീതിയിൽ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവായിരിക്കും, ചില ആളുകൾ നല്ല രീതിയിൽ വരയ്ക്കാനുള്ള കഴിവായിരിക്കും, ചില ആളുകൾ പാട്ട് പാടാനുള്ള കഴിവായിരിക്കും. പക്ഷെ ആ പാട്ട് പാടാനോ അല്ലെങ്കിൽ വരയ്ക്കാനുള്ള കഴിവ് കൊണ്ട് ഒരു പെയിന്റർ എന്നുള്ള സംഭവം മാത്രമല്ല, പലതിലേക്കും അതിന് കണക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ 9 തരത്തിലുള്ള ഇന്റലിജൻസ് ആണ് ആളുകൾക്ക് ഉണ്ടാവുക. ഒന്ന് ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, രണ്ടാമത് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്, 3 മ്യൂസിക്കൽ ഇന്റലിജൻസ്, 4 വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്, 5 വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്, 6 ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്, 7 ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്, 8 നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്, 9 എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഇത് കണ്ടപ്പോൾ തന്നെ ഏകദേശം ചില ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തായിരിക്കും നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. എന്താ സംഭവിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുക്തിപരമായ തീരുമാനങ്ങൾ പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അതേപോലെ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനാണ് ശരിക്കും ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് പറയാം. അതിൽ ഇപ്പം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ നല്ല രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും അതിലുള്ള പാറ്റേൺസും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഈ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ അങ്ങനത്തെ ആളുകൾ ചെയ്യാൻ പറ്റുന്ന ഈ എന്താണ് മേഖലകളാണ്, അല്ലെങ്കിൽ ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയ മേഖലകളാണ് മാത്തമാറ്റീഷ്യൻ, ഡോക്ടർ, എഞ്ചിനീയർ, കമ്പ്യൂട്ടർ അനലിസ്റ്റ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, സയന്റിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണ്ടർപ്രണർക്കും ശരിക്കും ഈ ഒരു സ്കില്ലും ആവശ്യമാണ്. ഒരു സൈഡിൽ ഈ സ്കില്ല് മാത്രം പോരാ, പിന്നെ റിയൽ എസ്റ്റേറ്റ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IQ ടെസ്റ്റ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ്. ഇതേപോലെ തന്നെ അങ്ങനത്തെ ആളുകൾക്ക് ഇപ്പം അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെസ് കളിക്കുന്നത്, അതേപോലെ പസിൽസ് സോൾവ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അടുത്തതാണ് ഇതേപോലെ ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതില് ഇപ്പം അങ്ങനത്തെ ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള കഴിവുകളാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അവരുടെ അധിക കാര്യങ്ങളും ചെയ്ത് പഠിക്കാനാണ് ഇങ്ങനത്തെ ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവുക, താല്പര്യം ഉണ്ടാവുക. ഇങ്ങനത്തെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല താല്പര്യമായിരിക്കും ചെറുപ്പത്തിലെ. ഇപ്പോൾ ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ബാഡ്മിന്റൺ തുടങ്ങിയിട്ടുള്ള സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. അതേപോലെ ചില കാര്യങ്ങളുണ്ട് ബോഡി ബിൽഡർ ഒക്കെ ആവുന്നത് കണ്ടിട്ടില്ലേ. അതേപോലെ മാർഷ്യൽ ആർട്സ്, ഇപ്പം കരാട്ടെ, കുങ്ഫു പോലുള്ള, പിന്നെ ആക്ടർ, ഇപ്പം ഒരു നല്ലൊരു ഷെഫ് ആവാനൊക്കെ ഇപ്പം അവരുടെ മൂവ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എന്താണ് കരിയർ ബിൽഡ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ ഈ ബോഡി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു അത്ലറ്റ് ആവാൻ പറ്റും, ജിംനാസ്റ്റ്, സ്വിമ്മർ, ഡ്രൈവർ, ബൈക്ക് സ്റ്റണ്ടർ, ബോക്സർ, അതേപോലെ തന്നെയാണ് നമ്മളുടെ പോലീസ് ഓഫീസേഴ്സ്, സോൾജേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ആളുകൾക്കൊക്കെ ആ ഒരു ഫിസിക്കൽ എബിലിറ്റിയും കൂടെ ഹൈ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ അടുത്തതാണ് വിഷ്വൽ ഓർ സ്പേഷ്യൽ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ലോജിക്കൽ കാര്യങ്ങളായിരുന്നു, പിന്നെ ബോഡിലി കിനസ്തെറ്റിക് പറഞ്ഞു. ഇപ്പൊ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞ വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് 3D മോഡല് നമ്മൾ ഒരു നോർമൽ ആ ഇന്റലിജൻസ് ഇല്ലാത്ത ആളുകൾ കാണുന്ന രീതിയിലല്ല ഒരു വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആള് ഒരു കാര്യത്തെ നോക്കി കാണും. ഒരു പിക്ചർ കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു സ്ഥലം കിട്ടിയാലോ ഒരു സ്പേസ് കിട്ടിയാലോ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു 3D ഇമേജസ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഈ ആളുകൾക്കുണ്ട്. അതേപോലെ നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും.
അതേപോലെ അവർക്ക് ഏതൊരു കാര്യവും പിക്ചറൈസ് ചെയ്തിട്ട് ഫോട്ടോ ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവും. ഇങ്ങനത്തെ ആളുകൾക്ക് ജസ്റ്റ് ഒരു പെയിന്റർ ആവോ ആർട്ടിസ്റ്റ് ആവോ എന്നുള്ള സ്കില്ല് മാത്രമല്ല, അവർക്ക് ശരിക്കും സിവിൽ എഞ്ചിനീയർ, ആർക്കിടെക്ട്, ഇന്റീരിയർ ഡിസൈനർ, ഗ്രാഫിക് ഡിസൈനർ, പെയിന്റർ, കാലിഗ്രഫി ഇപ്പൊ കാണാറില്ല ചില ആൾക്ക്. നിങ്ങൾ ഈ കരീം ഗ്രഫിനെ കുറിച്ചൊക്കെ ചിലപ്പം വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ആളിങ്ങനെ റോൾസ് റോയ്സ് കാറിന്റെ മുകളിലൊക്കെ വേറെ ഹാൻഡ് കൊണ്ട് ഡിസൈൻസ് ചെയ്യും. ദാറ്റ് മീൻസ് ചെറിയൊരു തെറ്റ് പോലും പറ്റാൻ പറ്റില്ല, ആ രീതിയിൽ അറബിക് കാലിഗ്രാഫി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഭയങ്കര പേയ്മെന്റും ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു വിഷ്വൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ ചെറുപ്പത്തിലേ ഇങ്ങനെ ഈ മതിൽമലൊക്കെ ഇങ്ങനെ വരയ്ക്കാനൊക്കെ തുടങ്ങും. ഞാനത് പറയാൻ കാരണം ചെറുപ്പത്തിൽ ചില കഴിവുകൾ ചെറുപ്പത്തിലെ ഇപ്പൊ പാരന്റ്സ് ഇപ്പം മതിൽമൽ വരയ്ക്കുന്ന കാണുമ്പോൾ ഒന്നെങ്കിൽ അവർ ക്രയോൺസ് അല്ലെങ്കിൽ കളർ വാങ്ങി വെക്കും, അല്ലെങ്കിൽ കുട്ടികളെ ചീത്ത പറയും. ഇനി ഇത് ചെയ്താല് നല്ല അടി കിട്ടിട്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്ത് ഒഴിവാക്കും. പക്ഷെ ഈ സ്കില്ല് കൊണ്ട് ഒരുപാട് ലൈഫിൽ ഒരുപാട് ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് കരിയറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖല ആണെന്ന് അധികം പാരന്റ്സിനും അറിയണ്ടാവില്ല. അവർ വിചാരിക്കും ഇത് അവരെ ആ സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് അവർ ചിന്തിക്കുക എന്താണ്, മതിൽമല് വരയ്ക്കുക എന്ന് പറയുന്ന സമയത്ത് അവര് ഈ മതില് കേടെടുത്ത് അല്ലെങ്കിൽ നമ്മളുടെ സറൗണ്ടിങ്സ് വൃത്തികേടാക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കും. ചില ആൾക്കാർ എന്താ ചെയ്യുക, ആ കഴിവ് കാണുമ്പോൾ എല്ലാം അതിനനുസരിച്ചുള്ള ഈ മതിൽമല് വരയ്ക്കുന്നതിന് പകരം ബുക്സ്, അത് ആ പെയിന്റിങ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്സോ അല്ലെങ്കിൽ കളറും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുകയാണ് ചെയ്യുക. അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഡെവലപ്പ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഫോട്ടോഗ്രാഫി ഒക്കെ നല്ല എന്താ പറയാ, ഫോട്ടോഗ്രാഫിയിലൊക്കെ ഒരുപാട് ആളുകൾ നല്ല, ഇപ്പൊ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഒരു കല്യാണ പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോയി അത്രയും പേയ്മെന്റ് ഒരു ദിവസം തന്നെ വാങ്ങുന്ന ആൾക്കാരാണ്. അതേപോലെ റെസിന ആർട്ടിസ്റ്റ്, ഇപ്പൊ അത്രയും പേയ്മെന്റ്, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയണ മുംസാർട്ട് പോലുള്ള ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ഈ കല്യാണ പരിപാടിയിൽ കാണല്ലേ ഡെക്കറേഷന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകൾക്ക് ഒരു സ്റ്റേജ് എങ്ങനെ അത് വിഷ്വലി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. നോർമലി ഉള്ള ആളുകൾ പോലെ ഒരു ഡിസൈനിങ്ങിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻബോൺ ആയിട്ട് അവർക്ക് ഒരു ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. ഇൻറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ മേഖലയിൽ നല്ല രീതിയിൽ ക്രിയേറ്റിവിറ്റി വർക്ക്ഔട്ട് ആവും. നമ്മൾ ക്രിയേറ്റിവിറ്റി ത്രൂ ആണല്ലോ ഓരോ കാര്യങ്ങളും ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്ന ഒരു മേഖലയാണ് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഹൈ ഉള്ള ആൾക്കാർക്ക് ഈ ഡെക്കറേഷൻ ഫീൽഡിലൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പൊ സിനിമ ഡയറക്ടർ, ക്രാഫ്റ്റ് വർക്ക്, പൈലറ്റ്, സർവേയർ, അതേപോലെ സ്കൾപ്റ്റർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, പവർ പോയിന്റ് പ്രസന്റേഷന്, ആനിമേഷൻ, വീഡിയോ എഡിറ്റർ, ഫാഷൻ ഡിസൈനർ, മെഹന്തി ആർട്ടിസ്റ്റ്, ഇമേജ് കൺസൾട്ടന്റ്, മാർക്കറ്റിംഗ്, മോഡലിംഗ് തുടങ്ങിയിട്ട് ഒരുപാട് ഓൺലൈൻ ഇപ്പൊ ചില ആളുകളാണല്ലോ ഓൺലൈൻ ആയിട്ട് ഇപ്പോ നേരിട്ട് അവർക്ക് ഒരു ഷോപ്പ് പോലും ഉണ്ടാവില്ല, പക്ഷെ ഓൺലൈൻ ആയിട്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരുപാട് ഡ്രസ്സ് സെല് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഐഡിയ ഉണ്ടാവും ഈ വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക്. ഞാൻ ഉദ്ദേശിച്ച ഈ സ്കില്ലൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ചില സ്കില്ലുകള് കുറച്ച് ഡോമിനന്റ് ആയിട്ട് ഉണ്ടാവും. ഇപ്പം നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണുന്നു, അങ്ങനത്തെ ഈ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് അതിലധികം ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും വർക്ക്ഔട്ട് ആവില്ല, എന്റെ മേഖല വേറാണ്. അപ്പൊ ആ രീതിയിൽ ചില ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ചെറുപ്പത്തിലേ ഈ ഒരു കാര്യത്തിനോട് ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പൊ അതില് ചെറിയ രീതിയിൽ എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ പറയുകയും ചെയ്താൽ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ അടുത്തതാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ്. മ്യൂസിക്കൽ ഇന്റലിജൻസ് പറഞ്ഞാൽ ഒരു ചെറുപ്പത്തിലെ നല്ല രീതിയിൽ ഇപ്പം പാട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ റിതംസ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടാവും. നല്ല രീതിയിൽ ഒരു പാട്ടിന്റെ ടോണോ റിതംസോ പിച്ചോ മ്യൂസിക്കിനോടൊക്കെ നല്ല റെസ്പോൺസ് ആയിരിക്കും ചെറുപ്പത്തിലെ ചില കുട്ടികൾക്കൊക്കെ. ഇങ്ങനത്തെ ആളുകൾക്കാണ് ഒരു സിംഗർ അല്ലെ മ്യൂസിക് ടീച്ചർ, മ്യൂസീഷ്യന്, കമ്പോസർ, ഗിറ്റാറിസ്റ്റ്, പിയാനോ, തബല, ചെണ്ട, ഫ്ലൂട്ട് തുടങ്ങിയ ഒരുപാട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിലാണ് ശരിക്കും ഈ ഫിലിമില് അല്ലെങ്കിൽ പല കാര്യങ്ങളിലും മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ കാണല്ലേ, അതൊക്കെ ഈ ഒരു മ്യൂസിക്കൽ ഇന്റലിജൻസിൽ ഹൈ ഉള്ള ആളുകൾക്കാണ്. കാരണം ഇപ്പം റഹ്മാൻ ഒക്കെ ഇപ്പൊ ഒരു ടീച്ചർ ആവാൻ പോയിന് എങ്ങനെ ഉണ്ടാവും, ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഒരു മാത്തമാറ്റിക്സ് പഠിക്കാൻ പോയിന് എങ്ങനെ ഉണ്ടാവും. ഒരു നോബൽ പ്രൈസ് അത്രയും വലിയ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയത് ഈ ഒരു ഇന്റലിജൻസ് ചെറുപ്പത്തിലെ ഇഷ്ടമായിരുന്നു എന്ന് കണ്ടെത്തിയും അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയതുകൊണ്ടാണല്ലോ. അപ്പൊ ഈ ഒരു ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പോ
അധിക ട്രെയിനിങ് കിട്ടാതെ തന്നെ ഒരു പാട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം കേൾക്കുമ്പോഴേക്ക് തന്നെ ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള മറ്റുള്ള ആളുകൾ അപ്രിസിയേഷനും കിട്ടും. വലിയ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടുണ്ടല്ലോ, പക്ഷെ നല്ല അടിപൊളിയായിട്ട് പാടാനുള്ള ഒരു കഴിവുണ്ടാവും. അതൊന്നും ശരിക്കും വെറുതെ കൊടുക്കുന്നതല്ല, ആ സ്കില്ല് ഉപയോഗപ്പെടുത്തിയിട്ട് നല്ല പാട്ടുകൾ സൃഷ്ടിക്കാൻ നോക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചപ്പോ ഇപ്പോഴത്തെ പോലെ റാപ്പ് പാട്ടിലുള്ള തെറിപ്പാട്ട് പാടുന്നതിന് പകരം നല്ല വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള മനുഷ്യന്മാർക്ക് ഒരു ലൈറ്റ് ആയിട്ട് മാറുന്ന, അല്ലെങ്കിൽ ഒരു വെളിച്ചമായിട്ട് മാറുന്ന രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് അതുകൊണ്ട് ആ സ്കില്ല് കൊണ്ട് ഉപയോഗപ്പെടുത്തി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ അടുത്തതാണ് ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് പറഞ്ഞാല് ചില ആളുകൾക്ക് മറ്റുള്ള മനുഷ്യന്മാരുടെ മൂഡ് മനസ്സിലാക്കാനും അതേപോലെ അവര് എന്ത് ഉദ്ദേശത്തിലാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പെട്ടെന്നുള്ള ഒരു സ്കില്ലുണ്ട്. അതേപോലെ ഈ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ആളുകളെ ഈ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളുടെ അടുത്തേക്ക് ഈ പല ആളുകളും നമ്മൾ അധികം അങ്ങോട്ടൊന്നും ഇന്ററാക്ട് ചെയ്യാതെ തന്നെ ചില ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറയാനൊക്കെ തുടങ്ങും. ദാറ്റ് മീൻസ് ഒരു സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് രീതിയിലുള്ള കാര്യങ്ങൾ ഇൻബോൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതേപോലെ അവർ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പകരം ഇമോഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരാൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്കും വിഷമം തോന്നും. അത് മീൻസ് എന്തുകൊണ്ടായിരിക്കും അവർ വിഷമിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ വിഷമം മാറ്റാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ പറ്റുമോ, നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ. എംപതി ലെവൽ ഹൈ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്റലിജൻസ് ക്വോഷ്യന്റിനെ പറ്റി ആയിരിക്കും. ഈ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഭയങ്കര ഹൈ ആയിരിക്കും. ഇമോഷണൽ കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്യാനും മറ്റുള്ള മനുഷ്യന്മാരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ ആളുകൾ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അതേപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്വഭാവവും പേഴ്സണാലിറ്റി ഒക്കെ ആണ് ഈ ഒരു ആളുകൾക്ക് ഉണ്ടാവുക. അതേപോലെ നല്ല രീതിയിൽ കോർഡിനേഷൻ ചെയ്യാനുള്ള, ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി ഈ ഒരു ഇന്റർപേഴ്സണൽസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. അതേപോലെ വൈഡ് റേഞ്ച് ഓഫ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. എവിടെ പോയാലും പെട്ടെന്ന് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാനും അങ്ങോട്ട് പോയിട്ട് പരിചയപ്പെടാനൊക്കെ ഉള്ള ഒരു കഴിവ് ഈ ഒരു ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് ഉണ്ടാവും. അതേപോലെ കോപ്പറേറ്റീവ് ബിഹേവിയർ ആയിരിക്കും. അവരെ ചുറ്റിനും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്കാണ് നല്ലൊരു ലീഡർ ആവാൻ പറ്റും. പൊളിറ്റീഷ്യൻ, ടീച്ചർ, മോട്ടിവേഷണൽ സ്പീക്കർ, ബിസിനസ് മാനേജ്മെന്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, കോച്ച്, പബ്ലിക് സ്പീക്കർ, HR, ഒരു കമ്പനീന്റെ HR മാനേജർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു ഇന്റലിജൻസ് ഹൈയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതേപോലെ മാർക്കറ്റിംഗ് ഫീൽഡിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സോഷ്യൽ ഡയറക്ടർ, ഇവന്റ് മാനേജ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ടുള്ള ജോലികൾ ചെയ്യാൻ ഭയങ്കര ഒരു സ്കില്ല് അവർക്ക് ജന്മനാ തന്നെ ഉണ്ടാവും. ഇപ്പൊ ചില ആളുകൾക്ക് കാണാം വരയ്ക്കാനോ പാടാനോ അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കും ഉണ്ടാവുക, ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കും ചെറുപ്പത്തിലെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് നമ്മളിൽ, ഇപ്പം കുട്ടികളുടെ കാര്യം മാത്രമല്ല നമ്മളിലും ഈ ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ഏതൊക്കെ ഓപ്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ അടുത്തതാണ് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞത് മറ്റുള്ള മനുഷ്യന്മാരെ കുറിച്ച് മനസ്സിലാക്കാനും അവരെ കുറിച്ച് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാനൊക്കെ ഉള്ള കാര്യമാണ്. ഇൻട്രാ പേഴ്സണൽ എന്നാല് സ്വയത്തെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ടാവും. സെൽഫിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവും അവർക്ക്. അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ വാല്യൂസ്, ലൈഫിൽ ഭയങ്കരമായിട്ട് വാല്യൂസ് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ, അവരൊക്കെ എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ടാവും. ആ ബൗണ്ടറിന്റെ അപ്പുറത്തേക്ക് അവർ ചിന്തിക്കുകയില്ല. ദാറ്റ് മീൻസ് ആ ബൗണ്ടറിന്റെ അപ്പുറത്തേക്ക് അവർക്ക് എന്താ പറയാ, അവരുടെ വാല്യൂസ് വിട്ടൊരു കളിയില്ല, മൂല്യങ്ങൾ വിട്ടൊരു കളി ഉണ്ടാവില്ല. ആ ജീവിതത്തിൽ കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. എല്ലാത്തിനും അത്യാവശ്യം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നല്ല രീതിയിൽ ജേർണലിംഗ് ഒക്കെ ദാറ്റ് മീൻസ് എല്ലാ ദിവസവും കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എഴുതി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും. സെൽഫ് അവയർനെസ് ഹൈ ആയിരിക്കും. അതേപോലെ നല്ല ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ ഒരു ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് സെൽഫിനെ കുറിച്ചുണ്ടാവും. അവരുടെ ഗോൾസ് എന്തൊക്കെയാണ്, അവരുടെ പേർപ്പസ് എന്താണ്, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കറക്റ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ ഇങ്ങനത്തെ ആളുകളെ പെട്ടെന്ന് വന്ന് ദേഷ്യം പിടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഇമോഷണലി വന്ന് എന്തെങ്കിലും ട്രൈ ചെയ്താൽ പോലും ഇവർക്ക് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവും. ഇതേപോലെ
അവർക്ക് സ്വന്തമായിട്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും നല്ല പ്ലാനിങ് എബിലിറ്റി ഈ ഒരു ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവും. ഞാനേ ഇപ്പൊ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ചെയ്യാതിരിക്കട്ടെ, ലാസ്റ്റിൽ ഓരോരുത്തരുമായിട്ട് ഏതൊക്കെ മേഖലയിലാണ് ഓരോരുത്തർക്ക് താല്പര്യമുള്ളത് ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ഇഷ്ടം. ഞാൻ ജസ്റ്റ് ആദ്യം എല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നു കേട്ടോ. ഏഴാമത്തതാണ് ലിംഗ്വിസ്റ്റിക് ഓർ വെർബൽ ഇന്റലിജൻസ് എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ്. ഭാഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല വെൽ ഡെവലപ്ഡ് വെർബൽ സ്കിൽസ് ഉണ്ടാവും ഈ ആളുകൾക്ക്. ചെറുപ്പത്തിലെ തന്നെ ഈ ചില ആളുകൾ കാണാറില്ലേ, ഇപ്പം മറ്റുള്ള രാജ്യത്തൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഭാഷകൾ പഠിച്ചെടുക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ ആളുകൾക്ക് നല്ല രീതിയിൽ ബുക്സ് വായിക്കാനൊക്കെ താല്പര്യം ഉണ്ടാവും. വായിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഇപ്പം പല സ്റ്റോറികളാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഇങ്ങനെ ആ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയ ആ സ്റ്റോറികൾ. അതുപോലെ നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കേൾക്കാനൊക്കെ താല്പര്യമുണ്ടാവും. നല്ല രീതിയിൽ ഗ്രാമർ ഒക്കെ ഉപയോഗപ്പെടുത്താനൊക്കെ കഴിവുണ്ടാവും. വൊക്കാബുലറി, അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്, തമിഴ്, കന്നഡ തുടങ്ങിയിട്ടുള്ള പല ഭാഷകളും പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവുള്ളിലുണ്ട്. ഇങ്ങനത്തെ ആളുകൾക്കാണ് ശരിക്കും ഒരു ഓഥർ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബുക്സ് ഒക്കെ എഴുതുന്ന ആളുകൾക്കൊക്കെ ഈ നല്ല രീതിയിൽ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അതേപോലെ പോയറ്റ്, നോവലിസ്റ്റ്, ജേർണലിസ്റ്റ്, ലോയർ, ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റണം. അതേപോലെ ലാംഗ്വേജ് ട്രെയിനർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പബ്ലിക് സ്പീക്കർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ടീച്ചർ, യൂട്യൂബർ, ലൈബ്രറിയൻ, TV ഹോസ്റ്റ്, സെയിൽസ് മാനേജർ, കോച്ച്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ട്രെയിനർ, മോട്ടിവേഷണൽ സ്പീക്കർ തുടങ്ങിയിട്ട് ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുകൾ ഈ ഒരു വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. ഇതേപോലെ തന്നെ അടുത്തതാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. നാച്ചുറലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾ ചെറുപ്പത്തിലെ ജന്മനാ തന്നെ ഈ പ്രകൃതിയായിട്ട് ഭയങ്കര ഇണങ്ങി പോകുന്ന ആളുകളായിരിക്കും. ഇപ്പൊ ഈ നമ്മൾ പറയില്ലേ, മണ്ണ്, വെള്ളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. ചെറുപ്പത്തിലെ ഈ വീട്ടിൽ നല്ലൊരു പൂന്തോട്ടം സൃഷ്ടിച്ചെടുക്കാനൊക്കെ നല്ല താല്പര്യമുള്ള ആളുകളായിരിക്കും. ഇതേപോലെ ഈ മീനിനെ വളർത്തുക, പക്ഷികളെ വളർത്തുക തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ നാച്ചുറൽ റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകൾ പോകുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് കൂളാവും. ദാറ്റ് മീൻസ് ഭയങ്കര റിലാക്സ്ഡ് ഫീല് കിട്ടും ഈ ഒരു നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക്. ഇങ്ങനത്തെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ് ട്രാവലർ, സുവോളജിസ്റ്റ്, ബോട്ടണിസ്റ്റ്, ഡോക്ടർ, ഗാർഡനർ, അഗ്രികൾച്ചറിസ്റ്റ്, ബേർഡ് വാച്ചർ, സൂ മാനേജർ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ഹൈക്കിങ്, ട്രക്കിംഗ്. എന്താ സംഭവം, ഈ നാച്ചുറലിസ്റ്റിക്കും വിഷ്വൽ എബിലിറ്റിയും കമ്പൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഞാൻ പറഞ്ഞ പോലെ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുക. എന്താ നമ്മൾ വെച്ചാൽ ആ കോമ്പിനേഷൻ കണ്ടെത്തുന്നതാണ് നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും കൂടുതലായിട്ട് ഐഡന്റിഫിക്കേഷൻ ആൻഡ് നർച്ചറിങ് ഓഫ് നമ്മളുടെ ഇന്റലിജൻസ്. അതാണ് നമ്മൾ ശരിക്ക് നമ്മൾ മനസ്സിൽ എപ്പോഴും ഒരു എന്താ പറയാ ഒരു ചിന്ത വേണം, നമ്മളുടെ സ്കില്ല് ഏതിലേക്കാണ്, ഏത് സ്കില്ലാണ് എനിക്ക് ഡോമിനന്റ് ആയിട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഏതാണെന്ന് എപ്പോഴും എല്ലാ മനുഷ്യന്മാരും ഒന്ന് ചിന്തിച്ചു നോക്കും. അപ്പൊ അതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തൊരു സ്കില്ലാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ ഈ മനുഷ്യന്മാരെ എല്ലാ സമയത്തും ഇങ്ങനെ ഇതിനെ പറ്റിയാ ചിന്തിക്കുക, നമ്മൾ എന്തിനാ ജനിച്ചത്, നമ്മൾ മരിച്ചാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതിന് ഒരു കാരണം ഉണ്ടാവില്ല, അതിന്റെ കാരണം എന്താണ് തുടങ്ങിയിട്ട് ഈ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കര താല്പര്യവും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ആളുകൾ നമ്മൾ. ഇങ്ങനത്തെ ആളുകൾക്കാണ് ഒരു പബ്ലിക് സ്പീക്കർ, അതേപോലെ സ്പിരിച്വൽ ലീഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ നബിമാരെ പോലുള്ള ആളുകൾ, ബുദ്ധ, സ്വാമി വിവേകാനന്ദ തുടങ്ങിയിട്ടുള്ള ആളുകൾ. അപ്പൊ അതേപോലെ അങ്ങനത്തെ ആളുകൾക്കാണ് നല്ല ഈ ചാരിറ്റി സെക്ടർ അല്ലെങ്കിൽ സോഷ്യൽ സർവീസിലൊക്കെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഒരു മേഖലയിലുള്ള ആളുകൾക്ക് പറ്റും. അതേപോലെ ഒരു റൈറ്റർ ആവാൻ, സയന്റിസ്റ്റ്, ഫിലോസഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഹൈ ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലകളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നു പോയതാണ് ഏതൊക്കെ കഴിവുകളാണ് ഓരോ മനുഷ്യന്മാർക്ക് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിപ്പോ ഈ പറഞ്ഞ ഇന്റലിജൻസസിൽ ഓരോരുത്തർക്ക് ഏതൊക്കെയാണ് കണക്ട് ആയത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? അപ്പം ഇപ്പൊ ഞാൻ ആദ്യം ചോദിക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ ചിന്തയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ?
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏത് ഏത് മേഖലയാണ് കൂടുതൽ കണക്ട് ആയത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റെങ്കിൽ. ഇപ്പം വീഡിയോ മോഡിൽ കാണുന്നത് സലീം സാറിനാണ്. സലീം സാറിന് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളായിരുന്നോ? പറഞ്ഞോളൂ സാർ. ആ കേൾക്കണ്ട്. സാറിന്റെ സ്പീക്കർ ഒന്ന് അടുപ്പിച്ച് വെക്കോ? എനിക്കൊന്ന് ഇപ്പൊ ഓക്കെ. അല്ല, ഞാൻ സാറിന് ഏത് ഇന്റലിജൻസ് ആണെന്ന് കണക്ട് ആയതെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ? അധികം മറ്റേ വ്ളോഗ് ചെയ്യാനോ? ഓക്കെ, അപ്പം എനിക്ക് സാറ് പറയുന്നത് ഫുള്ള് ക്ലിയർ ആവുന്നില്ല. എനിക്കൊന്ന് ഓഡിയോ എന്തോ ഒരു കട്ടായി പോകണ്ടെന്ന് തോന്നുന്നു. അല്ല, അത് കുഴപ്പമില്ല സാറ് സ്ട്രെസ് ആവണ്ട. ഞാൻ ജസ്റ്റ് ചോദിച്ചതാണ് സാറിന്റെ ഏതെങ്കിലും കണക്ട് ആയിരുന്നോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടേ. ഞാൻ കണ്ടായിരുന്നു. എനിക്ക് അധികം മറ്റേ വീഡിയോ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരെ അധികം ചെയ്യാം. വീഡിയോസ് ഒക്കെ ചെയ്യാനൊക്കെ ആണ് താല്പര്യം എന്നുള്ളത് അല്ലെ? എനിക്ക് തോന്നുന്നു ആ വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ആയിരിക്കും അല്ലെ? അതെ. ഓക്കെ സാർ. ഞാൻ ജസ്റ്റ് അതൊന്ന് സാറിന് ഏതാ കണക്ട് ആയെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചായിരുന്നു. അതേപോലെ അടുത്തത് മിസ്റ്റർ മുബഷിർ. താങ്ക് യു സാർ. ഹലോ. നിങ്ങൾ ഫുള്ള് ക്ലാസ് കേട്ടിരുന്നോ? കേട്ടിരുന്നു. ഏതാണ് നിങ്ങൾക്ക് കണക്ട് ആയത്? എനിക്ക് കണക്ട് ആയത് ഒന്നാമത്താണ് കണക്ട് ആയത്. കുറച്ചെങ്കിലും ലോജിക്കൽ ഇന്റലിജൻസ്. ഓക്കെ. മാത്തമാറ്റിക്സ് തുടങ്ങിയിട്ടുള്ള സബ്ജക്ട് താല്പര്യം. അങ്ങനെ പണ്ട് മുതലേ അതിനാണ് കൂടുതൽ താല്പര്യം എടുത്തിരുന്നത്. പിന്നെ ഒരു എട്ടാമത്തെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസും, അതുമാണ് പിന്നെയും കുറച്ചുള്ളത്. പ്രകൃതിയുമായിട്ട് യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ? അങ്ങനെ ആ രണ്ടുമാണ് കൂടുതലായിട്ട് കണക്ട് ആയത്. മറ്റേതൊന്നും അത്ര കൂട്ടി എനിക്ക് ബെറ്റർ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് രണ്ടിലും മാത്രമാണ് കൂടുതൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് തോന്നുന്നത്. താങ്ക് യു. ഏതായാലും റെസ്പോണ്ട് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. ശരി, ഓക്കെ. ബുഷ്ര മാം പറയാം, എനിക്ക് തോന്നിയത് ഒരു സിംഗർ ആവാൻ പറ്റിയില്ല എന്നതാണ്. ചെറുപ്പം മുതലേ സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു വലിയ സിംഗർ ആകാൻ കഴിയുമായിരുന്നു. ഓക്കെ ബുഷ്ര മാം. ഓക്കെ, അത് ചെറുപ്പത്തിൽ അത് പറ്റിയിട്ടില്ല എന്നുള്ളൊരു കുറ്റബോധം ഉണ്ടല്ലേ? അങ്ങനെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാതായി പോയി. ഇത് നമ്മളെ റഷീദ് സാറിന്റെ വൈഫ് ബുഷ്ര മാം അല്ലത്? എന്തായാലും താങ്ക് യു. ഒരു യാത്രയുണ്ട്, ക്ഷമിക്കണം. ഓക്കെ ഷിയാബുദ്ദീൻ സാർ, നോ പ്രോബ്ലം. പുറപ്പെടുന്ന ചിന്തകൾ കൂടുതൽ ഊർജ്ജവും ഉണർവും നൽകിയ മനോഹരമായ താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഇതേപോലെ അടുത്തത് മുർഷിദ. നിങ്ങൾക്ക് ഏതാ കണക്ട് ആയത്? സംസാരിക്കാൻ പറ്റുമോ? അവിടെ ഓഡിയോ ഓക്കെ ആണോ? വീഡിയോയിൽ വരണമെന്നില്ല, ജസ്റ്റ് ഓഡിയോയിൽ പറയാൻ പറ്റും പറഞ്ഞോളൂ. ഓക്കെ. ഹലോ. പറഞ്ഞോളൂ. കുറച്ചും കൂടെ വീണ്ടും കണക്ട് ആയത് മറ്റേ ഇതാണ്, നാച്ചുറലിസ്റ്റിക് ആണ്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് അല്ലേ? ഓക്കെ. ഏതായാലും നമ്മളെ ടീം മെമ്പർ ആണ് ആൾ. ഇന്ന് ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോയിൽ വരാൻ പറ്റാത്തതാണ്. താങ്ക് യു ഉഷ. താങ്ക് യു സോ മച്ച്. അടുത്ത ഷമീല മാം. ഈ കാര്യങ്ങളെ കുറിച്ച് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഷമീല മാം എനിക്കൊന്നും നമ്മൾ അന്ന് സംസാരിച്ചത് ഇന്റർപേഴ്സണൽ ആയിരുന്നു തോന്നുന്നു അല്ലെ? ഷമീല മാം അവിടെ ഉണ്ടോ? ഹിനു ഇന്റർപേഴ്സണലും ഇൻട്രാപേഴ്സണലും ആണ് കണക്ട് ആയത് അല്ലെ? അത് അടുത്തത് ഹയ ഫാത്തിമ. നമ്മളെ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാന്ന് തോന്നുന്നു അല്ലെ? ഹായ് സർ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. പറഞ്ഞോളൂ.
സാർ സത്യം പറഞ്ഞാലേ എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആക്ച്വലി എനിക്കിതിൽ ഓൾമോസ്റ്റ് എല്ലാതും ഉണ്ട്. ശരി, എല്ലാത്തിലും ഞാന് ടാലന്റ് ആണെന്നല്ലേ? അതായത് ഇപ്പൊ ലോജിക്കൽ ആയിക്കോട്ടെ, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റുബിക്സ് ക്യൂബ്, ആ അതേപോലെ മാർഷൽ ആർട്സ് ഞാന് കുറച്ചു കാലം അതില് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ്വൽ ഇമേജ് ആയിക്കോട്ടെ, ഞാൻ നന്നായിട്ട് പാട്ട് പാടും. ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു അഭിപ്രായം കിട്ടിയ ഒരു സംഭവം കൂടുതല്. ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ അല്ലേ? യെസ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഏതായാലും നിങ്ങൾ പ്രോഗ്രാമിന് വരാൻ പറ്റിയ വരിട്ടോ, നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് ഡീപ്പർ സ്റ്റഡിയാണ് അവിടെ നടക്കുക. സാർ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് സത്യം പറഞ്ഞ. പക്ഷെ ഇഷ്യൂ എന്താ വെച്ചാൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പൊ അതാണ് മെയിൻ വിഷയം. ഓക്കെ ഓക്കെ, നോക്കണ്ട. ഏതായാലും അടുത്ത പ്രാവശ്യം നിങ്ങളെ നാട് എവിടെയായിരുന്നു? എന്റെ മലപ്പുറം. മലപ്പുറമൊക്കെ പ്ലാനിങ്ങിലുണ്ട്, മലപ്പുറം കണ്ണൂരൊക്കെ പ്രോഗ്രാംസ് ഇൻഷാല്ലാ. ഇൻഷാ പിന്നെ അല്ലാ. അടുത്തത് റഷീദ് സാർ, സംസാരിക്കാൻ പറ്റിയ ഇതിലാണോ ഉള്ളത് സാർ? റഷീദ് സാർ ഈ സെഷന് മുന്നേ നമ്മളെ സെഷനിലേക്ക് കയറിയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. റഷീദ് സാർ, അടുത്തത് ഷമീമ മാം. മാം ജോയിൻ ചെയ്തിട്ടുണ്ടല്ലേ അന്ന്? ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം, പറഞ്ഞോളൂ. എന്തൊക്കെ വിശേഷം? സുഖാണോ? ഞാൻ നല്ല കുറച്ച് ലേറ്റ് കയറിയത്. ഓക്കെ മാം. പിന്നെ ഈ ഒരു സെഷൻ മെഡിറ്റേഷൻ കണക്റ്റഡ് ആക്കാൻ പറ്റിയില്ല. എനിക്കിന്ന് എന്തോ ആ സമയത്തിലേക്ക് എത്താൻ പറ്റിയില്ല. ആ സോറി ട്ടോ. അത് പിന്നെ നമ്മൾ ഇതിന്റെ ക്ലാസ് കഴിഞ്ഞ ഓഫ്ലൈൻ സെക്ഷനിൽ പറഞ്ഞിരുന്നല്ലോ അല്ലേ സർ? അതെ അതെ ഇതിനെ അതെ കുറിച്ച് ടിപ്സുകള്. അപ്പൊ അന്ന് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത് പല കാര്യങ്ങളും എനിക്ക് ഇതിനോട് കണക്ഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. കാരണം ഏതിലൊക്കെയാന്ന് ചോദിച്ചാൽ പറയാൻ അറിയൂല. അൽഹംദുലില്ലാ ഈ ഫാഷൻ ഡിസൈനിങ്, പെയിന്റിങ്, റീഡിങ്, റൈറ്റിംഗ് ഇതിലൊക്കെ ഞാൻ വരുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ മാരേജിന് ശേഷമാണ് ഞാൻ സൈക്കോളജി ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്, മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ട് ക്ലാസ്സുകൾക്ക് പോണതൊക്കെ. അപ്പൊ ഇന്റർപേഴ്സണൽ ആണ് ഹൈ ആയിട്ടുള്ളത്, മനസ്സിലായത് അല്ലേ? അയ്യോ അങ്ങനെയല്ല, ഏതിലാണ് കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ സമയം കൊടുക്കുന്നതെന്ന് വെച്ചാൽ, അപ്പൊ നേരത്തെ അവർ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമാണ്. ബാക്കിയുള്ളതിനോടൊക്കെ കൂടുതലായിട്ട് എനിക്കൊരു കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ യാത്ര, ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളോടൊന്നും വലിയ ഇഷ്ടമില്ല, അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. പക്ഷെ ക്ലാസ്സുകൾ, പിന്നെ പബ്ലിക്കായിട്ട് സംസാരിക്കുക, അത് ആളുകളെ ചേർത്ത് പിടിക്കുക, അവരെ കേൾക്കാൻ സമയം കൊടുക്കുക, അതിനോടൊക്കെ വല്ലാത്തൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ല, ഞാന് മാമിനെ മനസ്സിലാക്കിയിടത്തോളം മാം ഇന്റർപേഴ്സണലും മറ്റേ വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക്കും ആണ് ഹൈ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. സർ, നമ്മുടെ കോഴ്സിന് നമുക്ക് കുറച്ച് ഇന്റർപേഴ്സണൽ വേണമല്ലോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക്. അതിനങ്ങനെയാണ്. അതല്ലെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും വേഗം എല്ലാവരും കമ്പനി ആവാൻ സംസാരിക്കുക, നമുക്ക് പറ്റാത്ത മനുഷ്യയാണെങ്കിൽ വെറുപ്പിക്കാതെ മാറ്റി നിർത്തുക, ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്നു എന്നല്ലാണ്ട്. എന്നാലും ഏതിലാ കൂടുതലെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. മറ്റുള്ളവരോട് സംസാരിക്കുക, അവരെ കേട്ടിരിക്കുക, അതിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റിങ്. പിന്നെ ഒരു വ്ളോഗ്, സംസാരം, വീഡിയോ എടുക്കുക, ആ കാര്യങ്ങളോടൊക്കെ ചെറിയൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെയായിട്ട് ഓടും. താങ്ക് യു മാം, താങ്ക് യു ഫോർ ഷെയറിങ്. പിന്നെ അടുത്തത് റഷീദ് സാർ. റഷീദ് സാർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ. എനിക്കൊന്ന് സാറിന് സംസാരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു, അവിടെ എന്തോ വർക്കിലെങ്ങനെ ആയിരിക്കും. അടുത്തത് വേറെ ആരാ? ഷമീല മാം, സുഹറ മാം. ഇവിടെ ആരും ജഡ്ജ് ചെയ്യാനൊന്നും ഇരിക്കല്ല കേട്ടോ. ഒന്ന് ഓരോരുത്തരെ ഒന്ന് എന്താണ് മൈൻഡിൽ വന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നതല്ലോ. എല്ലാരും മാക്സിമം അവസരം യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ ട്രാക്ക് ചെയ്താണ് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമ്മൾ ഈ വർക്കൊക്കെ ഒഴിവാക്കി വന്നിരുന്നല്ലോ, ഏതാണ് ഏരിയ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. വേറെ ആരാണ്? സൈഫു എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ. ഹായ്, ഗുഡ് മോർണിംഗ് സാർ.
ആ മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. എനിക്കൊന്നാമത് കണക്ട് ചെയ്യാൻ പറ്റിയ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിലാണ്. എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടമാണ്. അധികം സംസാരിക്കണ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ്. ഫ്രണ്ട്സൊക്കെ പറയും സംസാരിക്കും, ആരോടും സംസാരിക്കാൻ നമുക്ക് നല്ല രസമാണ്. പറയണത് കേൾക്കാനും രസമാണ്. ഈ പറയണത് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര കഴിവാന്നൊക്കെ പറയും എല്ലാരും. ഓക്കെ, ആ ഒരു എമ്പതി ഉണ്ട് എന്നില്ല, ഇമോഷൻ ഇന്റലിജൻസ് ഹൈ ആണെന്നല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്തത് ഇർഷാദ്. എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് ലോജിക്കലും പിന്നെ നാച്ചുറലിസ്റ്റിക്കും ആണ്. ഒരു നാച്ചുറലിസ്റ്റിക്. മാത്തമാറ്റിക്കല് റുബിക്സ് ക്യൂബ് നേരത്തെ പറഞ്ഞതുപോലെ. ആ, ഇതിന്റെ കസിൻ ഇർഷാദാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അടുത്ത ഷമീല മാം സംസാരിച്ചിരുന്നോ? ഷമീല മാം സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ പറഞ്ഞോളൂ. അസ്സലാമലൈക്കും സർ. മനസ്സിലാ മാം? ഞാന് ഡ്യൂട്ടിക്ക് പോകേണ്ട തിരക്കിലാണ്, അപ്പൊ അതാണ് ആ, ഞാൻ പിന്നെ ഓക്കെ മാം. ഏതായാലും കേറിയതിൽ സന്തോഷം മാം. ഏതായാലും ഞാൻ വിചാരിച്ചു മാം, എനിക്ക് തോന്നിയിരിക്കുന്നു മാം വർക്കിന്റെ ദിവസമായിരിക്കല്ലോ. എങ്ങനെ എനിക്കും തോന്നിയിട്ടുണ്ട് മാം വർക്കുള്ള ദിവസമായിരിക്കല്ലോന്നേ. വർക്ക് ഉള്ള ദിവസമല്ല, ശരിക്കും ഇന്ന് കുറെ ദിവസത്തിന് ശേഷം, പെരുന്നാളിന്റെ ശേഷം ഇന്നാണ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ, അങ്ങനെ. ഓക്കെ, ദിവസം ലീവായിരുന്നു അവിടെ? എന്താ പറയാ, ഞങ്ങളുടെ പുതിയ കൊല്ലം തുടങ്ങുകയാണ് ഇപ്പൊ, ഇവിടെ ന്യൂ അക്കാഡമിക് ഇയർ തുടങ്ങാം. ആ, അങ്ങനെ. അതുകൊണ്ട് ടീച്ചേഴ്സിന് ലീവ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതെ അതെ. എനിക്ക് പിന്നെ ഈ എല്ലാതും കുറച്ച് കുറച്ച് തൊട്ടിട്ട് ആണ് എല്ലാ ഇന്റലിജൻസും, എന്താ പറയാ, ഇന്റർപേഴ്സണലും പിന്നെ നാച്ചുറലിസ്റ്റിക്കും എല്ലാം ഒരു മിക്സപ്പ് ആണ്. ഓക്കെ, ഏതായാലും ഷെയർ ചെയ്തതിൽ താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമ്മൾ ജസ്റ്റ് ഈ ഇന്റലിജൻസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു സെഷൻ ചെയ്താണ് കേട്ടോ. എന്താ സംഭവം വെച്ചാല്, ഇതിലൊരു ക്ലാരിറ്റി ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ, ശരിക്കും നമ്മളുടെ യുണീക്നെസ് ഫെസ്റ്റ് എന്നുള്ള ഒരു പ്രോഗ്രാം വരുന്ന ഏപ്രിൽ 13 കോഴിക്കോട് വുഡീസ് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും ഉള്ള ഒരു കൗൺസിലിംഗ് കൂടെ, നമ്മൾ ഈ മേഖലകളെ കുറിച്ച് ഓരോരുത്തരെ കൊണ്ട് ചിന്തിപ്പിച്ച് അതിൻ്റെ ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടക്കും. എന്നിട്ട് അത് ത്രൂ ഒരു നമ്മളൊരു കൗൺസിലിംഗ്, പേഴ്സണൽ കൗൺസിലിംഗ് കൂടെ, അത് ഓൺലൈനായിട്ട് ആണ് ഉണ്ടാവുക, നല്ല ഉണ്ടാവുക. അപ്പൊ ആ കൗൺസിലിങ്ങോട് കൂടിയിട്ട് ഓരോരുത്തർക്ക് ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരുടെ ആ യുണീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉപകാരപ്രദമാവും. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് അതിൽ അഥവാ ആർക്കെങ്കിലും നമ്മൾ ഇവിടെ കുറച്ച് ആൾക്കാരാണ് കാണുന്നത്, പക്ഷെ ബാക്കി യൂട്യൂബിലൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും അതിന് കണക്ട് ചെയ്യേണ്ട നമ്പർ 8137023866 അല്ല 966. നമ്പർ എന്ന് പറയും 8137 023 966. ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് കാര്യം ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഓൺലൈൻ പ്രോഗ്രാംസ് ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഏതായാലും പങ്കെടുക്കാൻ പറ്റൂല, ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായിക്കോട്ടെ, പിന്നീടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ സാറ് കണക്ട് ചെയ്യാം. ഓക്കെ, ഏതായാലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നെക്സ്റ്റ് ഓൺലൈൻ ക്ലാസ്സിന്റെ ടൈം വരല് മോർണിംഗിൽ തന്നെ ആയിരിക്കോ, അത് സാർ ഇനി ടൈം മാറ്റുമോ? അല്ല, അടുത്ത സെഷനും കൂടെ മോർണിംഗിലാണ് വരിക, പിന്നെ നൈറ്റ് ആക്കും നമ്മള്. നമുക്ക് നമ്മുടെ ഇതിലുള്ളത് തന്നെ 2-3 പേര് സാറെ കോണ്ടാക്ട് ചെയ്തിരുന്നത് എനിക്ക് അറിയില്ല. അവര് സാർ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു.
ഈ 12 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികളുടെ വളർച്ച, ഈ യുഗത്തിലുള്ള കുട്ടികളുടെ വളർച്ചയും അവരുടെ യുണീക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പാരന്റ്സിന് കുറച്ചൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ അഫ്സൽ സാറിന് ക്ലാസ് തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ നൈറ്റിലാണെങ്കിൽ അവർ കയറാൻ വില്ലിങ് ആണ്. കാരണം കുട്ടികളൊക്കെ ഫ്രീ ആക്കി ഇരുത്തിയിട്ട് നമ്മുടെ നൈറ്റില് അത് എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കാണ്, നെക്സ്റ്റ് സൺഡേ ആണല്ലോ നമ്മളെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേയും കൂടെ നമ്മൾ മോർണിംഗിൽ ചെയ്യും, ബാക്കി അതിന്റെ അങ്ങോട്ട് നൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞത് അഫ്സൽ സാർ കൊടുക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. കാരണം നമ്മൾ കേട്ടിരിക്കുന്ന ക്ലാസ്സിൽ നമുക്ക് അവരോട് അതിന്റെ ഒരു ഇത് പറയാൻ പറ്റുള്ളൂ, ഫീഡ്ബാക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പൊ എന്റെ ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും നല്ല ഫീഡ്ബാക്ക് ആണ്. സാറിന്റെ ക്ലാസ് വരുന്ന ദിവസം ഒരു ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യാൻ മറന്നാൽ എനിക്ക് നല്ലോണം ചീത്ത കേൾക്കും. നല്ല അത്യാവശ്യം ഏജ് ഉള്ളവർ അതിലുണ്ട്. അപ്പൊ അവരുടെ ഒരു സമാധാനം എന്ന് പറയുന്നത് ശരിക്കും അവർ നല്ലോണം ഹീൽ ചെയ്തിട്ട് തന്നെ എന്നോട് സംസാരിക്കുന്നത്. സാറിന്റെ ക്ലാസ്സിൽ കയറിയതിനു ശേഷം ഓരോ ഭാഗവും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഷമീമ. അപ്പൊ ഞങ്ങൾക്ക് നൈറ്റിലേക്ക് ക്ലാസ് കിട്ടുകയാണെങ്കിൽ നീ ഒന്ന് ചോദിക്കണേന്ന് എന്നോട് പറഞ്ഞിരുന്നു. സാർ നൈറ്റിലേക്ക് ക്ലാസ്സുകളിലേക്ക് ഈ ഒരു എനിക്ക് മാമിന്റെ അവരൊക്കെ എനിക്ക് തോന്നുന്നു നൈറ്റ് ആണെങ്കിലായിരിക്കും കയറാൻ അവർക്ക് കുറച്ച് 8 മണിന്റെ സെഷൻ പോലെ തന്നെ അവർ പഠിക്കാൻ വരുന്നവരാണ്, ജോലിക്ക് പോകുന്നവരും പഠിക്കാൻ എന്റെ കൂടെ പഠിക്കുന്നവർ. അപ്പൊ മോർണിംഗിലെ സെക്ഷൻ അവർക്ക് അത്രയും ടാസ്ക് ആണ്. ഇപ്പൊ ഞാൻ ഇതുവരെ എനിക്ക് എന്റെ കാലുകൊണ്ട് സുഖം ഉണ്ടായിരുന്നില്ല, ഫാമിലിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് മോർണിംഗിലെ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനിടയിൽ കൂടെയാണ് ഹസ്ബൻഡിന്റെ അനിയൻക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞത്. ആളൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പൊ കിടക്കുന്നത്. എന്നാലും ഇന്ന് എനിക്ക് കയറാൻ പറ്റണം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കയറാൻ പറ്റി. അപ്പൊ ഇന്നത് പറയണമെന്നുണ്ടായിരുന്നു. അതായത് സാറോട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കരുത് കേട്ടോ സാർ. ആ ഒരു സബ്ജക്ട് മാം ത്രൂ ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞാൽ നമ്മളെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്നത് ഒക്കെ സന്തോഷമല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഇനിയിപ്പോ എന്താ ബുദ്ധിമുട്ട്? അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മളെന്തായാലും അടുത്ത ആഴ്ച ചെയ്യാം നമുക്കത്. ഓക്കെ, ഞാൻ അത് അറിയിക്കാം. അല്ലെങ്കിൽ സാറെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ പറയാട്ടോ. എന്തായാലും ക്ലാസ് നല്ല സെക്ഷൻ തന്നെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു വ്യത്യസ്ത യൂണീക്നെസ് ഇങ്ങനെ കൂടുതലായിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സാറ് കൊടുക്കുന്ന ഈ ക്ലാസ് ഉണ്ടല്ലോ, അത് ഞാൻ ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത്, എന്റെ ലൈഫിൽ അറ്റൻഡ് ചെയ്യുന്നത് അന്ന് നമ്മുടെ ഓഫ്ലൈൻ സെക്ഷനിലാണ്. പിന്നെ ഇപ്പൊ ഇന്നത് പറഞ്ഞപ്പോ എനിക്കൊന്ന് നോട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ എന്തായാലും ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ട് പറയാട്ടോ, ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ. ആയിക്കൊന്നും ഇല്ല തോന്നുന്നു. ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമ്മളെന്നാൽ അധികം നീട്ടി വെച്ച് ബുദ്ധിമുട്ടാക്കേണ്ട, എല്ലാവർക്കും ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എനിക്കും പോകാനുണ്ട്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അടുത്ത സെഷനിൽ കാണാം, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരെ. താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ.